എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നാഷണൽ ഇൻകം ആണ്. ഓക്കെ, നാഷണൽ ഇൻകത്തെ നമുക്ക് വളരെ ചുരുക്കത്തിൽ ഇങ്ങനെ പറയാം: ഒരു രാജ്യത്തെ ജനങ്ങൾ ഒരു വർഷം ഏൺ ചെയ്യുന്ന അവരുടെ ഏണിങ്സിന് നമുക്ക് എന്തെന്ന് പറയാം? നമുക്ക് നാഷണൽ ഇൻകം അല്ലെങ്കിൽ ദേശീയ വരുമാനം എന്ന് നമുക്ക് ചുരുക്കത്തിൽ നമുക്കതിനെ പറയാം. ഓക്കെ, അത്രയും മാത്രം തൽക്കാലം ഇപ്പം നിങ്ങൾ ഓർത്ത് വെക്കും. ഓക്കെ, ഇനി ഇതേ നാഷണൽ ഇൻകം നമ്മൾ കണക്കാക്കാൻ വേണ്ടി കുറച്ച് മെഷേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അവയാണ് GDP, GNP, NNP, GVA മുതലായവ. ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. അതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നതാണ് GDP. ഓക്കെ, GDP എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റ് ഉണ്ട്. ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഒരു രാജ്യത്തിൻ്റെ അതിർത്തി അല്ലെങ്കിൽ അതിൻ്റെ ബൗണ്ടറീസിനുള്ളിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മോണിറ്ററി വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? GDP എന്ന് വിളിക്കുന്നത്. മോണിറ്ററി വാല്യൂ എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയുള്ള തുക എന്ന് നിങ്ങൾ ഓർത്തിരുന്നേച്ചാൽ മതി. ഓക്കെ, ഇതിൽ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു കാർ ഉൽപ്പാദിപ്പിക്കുന്നു അല്ലെങ്കിൽ മൊബൈൽ ഉണ്ടാക്കുന്നു, അപ്പോൾ ഇതിനൊക്കെ നമുക്ക് സാധനങ്ങളെന്ന് വിളിക്കാം. ഓക്കെ, ഇനി സേവനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം, നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി, അവിടെ നമുക്ക് കിട്ടുന്നത് ഒരു സേവനമാണ്. അപ്പോൾ സേവനത്തിന് നമ്മൾ ആ കിട്ടുന്ന സേവനത്തിനും നമ്മൾ ഒരു നിശ്ചിത തുക അവിടെ ഫീസായിട്ട് നമ്മൾ അടയ്ക്കാറുണ്ട്. ഓക്കെ, അതും നമ്മുടെ രാജ്യത്തിൻ്റെ വരുമാനം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക, ഒരു രാജ്യത്തിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ അല്ലെങ്കിൽ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മോണിറ്ററി വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? GDP എന്ന് വിളിക്കുന്നത്. അതിൽ വളരെ പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു അതിർത്തി എന്നുള്ളത്, അതിർത്തിക്കുള്ളിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു സ്വാഭാവികമായിട്ടും പരീക്ഷയ്ക്ക് വരുന്നൊരു ചോദ്യമാണ്: ഒരു ഇന്ത്യക്കാരൻ ഗൾഫിൽ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ പുറത്ത് മറ്റൊരു രാജ്യത്ത് വർക്ക് ചെയ്യുന്നു, അദ്ദേഹത്തിന് ലഭിക്കുന്ന ഏണിങ്സ് നമ്മുടെ GDPയുടെ കൂടെ കൂട്ടുകയോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഓർത്ത് വെക്കുക, അദ്ദേഹം നമ്മുടെ അതിർത്തിക്ക് പുറത്തല്ലേ, അതിർത്തിക്ക് പുറത്താണല്ലോ ഒരു വിദേശ രാജ്യം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, അത് നമ്മുടെ GDPയുടെ കൂടെ കണക്കാക്കുന്നില്ല. എന്നാൽ ഒരു വിദേശി നമ്മുടെ രാജ്യത്ത് വന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ അയാൾ ജോലി ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ GDPയിൽ കണക്കാക്കുകയും ചെയ്യും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. GDPനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു കാര്യം പലതവണ റിപ്പീറ്റ്ലി നിങ്ങൾക്ക് ചോദ്യമായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അതായത് റെമിറ്റൻസ് എന്നാണ് അതിനെ പറയുക. ഓക്കെ, വിദേശത്ത് നിന്നും നമ്മുടെ നാട്ടിലേക്ക് വരുന്ന റെമിറ്റൻസ് GDPയുടെ കൂടെ കൂട്ടുകയോ ഇല്ലയോ എന്നുള്ളത്. റെമിറ്റൻസ് GDPയുടെ കൂടെ കൂട്ടുക ഇല്ല. ഓക്കെ, ഒരു നമ്മുടെ നാട്ടിൽ നിന്നും വിദേശത്ത് പോകുന്ന ഒരാൾ നമുക്കയക്കുന്ന റെമിറ്റൻസ് GDPയുടെ കൂടെ കൂട്ടുകയില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഇനി GDP നമുക്ക് പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. GDP അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസ്, അതിനെ നമുക്ക് റിയൽ GDP എന്ന് വിളിക്കാം. കറൻറ്റ് പ്രൈസ്, അതിനെ നമുക്ക് നോമിനൽ GDP എന്ന് വിളിക്കാം. ഇതുകൂടാതെ ഫാക്ടർ കോസ്റ്റ്, മാർക്കറ്റ് പ്രൈസ് എന്നിങ്ങനെയുള്ള രീതികളിൽ നമുക്ക് GDPനെ എക്സ്പ്രസ് ചെയ്യാം. അതിൽ കോൺസ്റ്റൻറ്റ് പ്രൈസ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വളരെ എളുപ്പമാണ്. ഓക്കെ, അതായത് ഒരു 10 വർഷം മുന്നേ പെട്രോളിന് 1 ലിറ്ററിന് 50 രൂപയേ ഉള്ളൂ. ഓക്കെ, അന്ന് 100 രൂപയ്ക്ക് നമുക്ക് 2 ലിറ്റർ പെട്രോൾ കിട്ടും. ഓക്കെ, എന്നാൽ ഇന്നിപ്പം 100 രൂപയ്ക്ക് 1 ലിറ്റർ പെട്രോളേ കിട്ടുള്ളൂ. അന്ന് ഒരാൾ 100 രൂപയ്ക്ക് അന്ന് ഒരു പെട്രോൾ അടിച്ചു, ഇന്നും 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. ഓക്കെ, അന്ന് എന്താണ്, പക്ഷേ അന്ന് അവിടെ പ്രോഡക്റ്റ് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഇൻഫ്ലേഷൻ അല്ലെ പണപ്പെരുപ്പം കാരണം നമുക്ക് എന്താണ്, ആ പ്രോഡക്റ്റ് കുറവേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ GDPയിൽ വരുമ്പോൾ 100 രൂപയാണോ? ആണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി ഇൻഫ്ലേഷൻസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കോൺസ്റ്റൻറ്റ് പ്രൈസ് അല്ലെങ്കിൽ റിയൽ GDP എന്ന് പറയുന്നത്. അപ്പോൾ 2010 എന്ത് വിലയാണോ അതേ വില വെച്ച് തന്നെ ഇന്നും ആ സാധനങ്ങൾ വിറ്റ് പോകുന്നതിൻ്റെ രീതിയിൽ GDPനെ കണക്കാക്കും. അങ്ങനെ GDPയിൽ വളർച്ചയുണ്ടാകുന്നുണ്ടോ തളർച്ചയാണോ എന്ന് മനസ്സിലാക്കുന്നതിനെയാണ് കോൺസ്റ്റൻറ്റ് പ്രൈസ് അല്ലെങ്കിൽ റിയൽ GDP എന്ന് പറയുന്നത്. അവിടെ അതായത് 2010 വില വെച്ച് തന്നെ ഈ വർഷം 2020 സാധനങ്ങൾ വിറ്റ് പോയതിൻ്റെ വിലയെ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നു? കോൺസ്റ്റൻറ്റ് പ്രൈസ് അല്ലെങ്കിൽ റിയൽ GDP എന്ന് പറയുന്നു. അപ്പോൾ ഇത് നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് തരും. എന്നാൽ കറൻറ്റ് പ്രൈസ് അല്ലെങ്കിൽ നോമിനൽ GDP അല്ലെങ്കിൽ നാമമാത്രമായിട്ടുള്ള GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്കിന്ന് പെട്രോളിന് 1000 രൂപയാണ്. 1000 രൂപ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ കൂട്ടിയെടുക്കുന്ന സമയത്ത് അങ്ങനെ കിട്ടുന്ന GDP, അതായത് ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം വന്നിട്ടുള്ള ഇന്ന് നിലവിലുള്ള വില വെച്ചിട്ട് നമ്മൾ GDP കണക്കാക്കുന്നതിനെയാണ് നമ്മൾ നോമിനൽ GDP എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോമിനൽ GDP എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും റിയൽ GDPനേക്കാളും കൂടുതലായിരിക്കും. കാരണം ഇൻഫ്ലേഷൻ ആയിക്കോട്ടെ, അങ്ങനെ പല കാരണങ്ങളാൽ മാർക്കറ്റിൽ വന്നിട്ടുള്ള പണപ്പെരുപ്പം കാരണം നമ്മുടെ കറൻറ്റ് പ്രൈസ് അല്ലെങ്കിൽ നോമിനൽ GDP എന്ന് പറയുന്നത് റിയൽ GDPനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, പിന്നീട് ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും. ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് ഒരു വസ്തുവിനുള്ള ചിലവ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പറയുന്നതാണ് ഫാക്ടർ കോസ്റ്റ്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അതിനകത്തേക്ക് ടാക്സും കൂടി ആഡ് ചെയ്ത് വരുന്ന സമയത്ത് അങ്ങനെയുള്ള തുക വെച്ചിട്ട് നമ്മൾ GDP കണക്കാക്കുന്നതാണ് മാർക്കറ്റ് പ്രൈസ്. അതിനകത്തേക്ക് വരുന്ന സമയത്ത് എന്തോരം എക്സ്ട്രാ ടാക്സുകളൊക്കെ വരും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ ബേസിക്കായിട്ട് ഇത്രയും നിങ്ങൾ GDPനെ കുറിച്ച് ഓർത്ത് വെക്കുക. അടുത്തായിട്ട് നമുക്ക് നിങ്ങൾക്ക് GDPയുമായിട്ട് ബന്ധപ്പെട്ട് പലതരം ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേതാണ് റൈറ്റ്, ഇതിലേതാണ് ശരിയെന്ന് അല്ല തെറ്റും ശരിയും ഏതാണെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാം. അതാണ് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ നമ്മളത് ആദ്യമായിട്ട് നോക്കുന്നതാണ്. ഇപ്പം GDP ആയിട്ട് മാർക്കറ്റ് പ്രൈസ് ആണെങ്കിൽ അതിൻ്റെ ഫാക്ടർ കോസ്റ്റിൻ്റെ കൂടെ ഇൻഡയറക്റ്റ് ടാക്സസ് കൂട്ടിയിട്ട് സബ്സിഡീസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫാക്ടർ കോസ്റ്റ് ആൻഡ് മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, അടുത്തത് ഇനി ബേസിക് പ്രൈസ് കിട്ടാനായിട്ട് ഫാക്ടർ കോസ്റ്റിൻ്റെ കൂടെ പ്രൊഡക്ഷൻ ടാക്സ് കൂട്ടിയിട്ട് പ്രൊഡക്ഷൻ സബ്സിഡീസ് കുറയ്ക്കുക. ഓക്കെ, ഇതിലാണ് നിങ്ങൾക്ക് അടുത്തതായിട്ട് ഞാൻ പ്രൊഡക്ഷൻ ടാക്സും പ്രോഡക്റ്റ് ടാക്സും എന്തെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇനി മാർക്കറ്റ് പ്രൈസ് കിട്ടാൻ വേണ്ടി ബേസിക് പ്രൈസ് അറിയാമെങ്കിൽ GDP ആയിട്ട് മാർക്കറ്റ് പ്രൈസ് കാണുവാൻ വേണ്ടി ബേസിക് പ്രൈസിൻ്റെ കൂടെ പ്രോഡക്റ്റ് ടാക്സ് കൂട്ടിയിട്ട് പ്രോഡക്റ്റ് സബ്സിഡീസ് കുറച്ചാൽ മതി. ഓക്കെ ഓക്കെ ഇനി ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വേറെ ഒരു കാര്യം കൂടെ ഓർത്ത് നോക്കുക. GDP സാധാരണയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൺസപ്ഷൻ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡിലായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ GDP കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനുപയോഗിക്കുന്ന ഇക്വേഷനാണ് നിങ്ങൾ C+I+G+ അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇതും കൂടെ പഠിച്ചു വെക്കുക. അങ്ങനെ കൺസപ്ഷൻ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് GDP എന്ന് പറയുന്നത്. കൺസംഷൻ, അതിൻ്റെ കൂടെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതിൻ്റെ കൂടെ ഗവൺമെൻറ് സ്പെൻഡിങ്, അതിൻ്റെ കൂടെ നെറ്റ് എക്സ്പോർട്ട്, ഇത്രയും ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ GDP കണക്കാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. എന്താണ് പ്രൊഡക്ഷൻ ടാക്സ് എന്നുള്ളതും പ്രോഡക്റ്റ് ടാക്സ് എന്നുള്ളതും. ഓക്കെ, പ്രൊഡക്ഷൻ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പാദന നികുതി. ഓക്കെ, ഒരു ഉൽപ്പന്നവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഉൽപ്പാദകൻ സർക്കാരിലേക്ക് നൽകേണ്ടി വരുന്ന ടാക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എത്രമാത്രം ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ വോളിയം അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതിനെ ബാധിക്കുന്ന കാര്യമല്ല. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ലാൻഡ് റവന്യൂ ടാക്സ്, സ്റ്റാമ്പ് ഡ്യൂട്ടീസ്, രജിസ്ട്രേഷൻ ഫീ, ഇതൊക്കെ എന്ന് പറയുന്നത് എത്രമാത്രം അല്ലെ എത്ര നമ്പർ ഓഫ് സാധനങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതിനെ ആയിട്ട് യാതൊരു തരത്തിലും ഇതിന് ബന്ധമില്ല. ഓക്കെ, അതിനെയാണ് നമ്മൾ ഉൽപ്പാദക നികുതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടാക്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് പ്രോഡക്റ്റ് ടാക്സ് അല്ലെ ഉൽപ്പന്ന നികുതി എന്ന് പറയുന്നത്. ഉൽപ്പന്ന നികുതി എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നത്തിൻ്റെ ഓരോ യൂണിറ്റിൻ്റെ മേലെയും ഏർപ്പെടുത്തുന്ന നികുതിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് എക്സ്പോർട്ട് ഡ്യൂട്ടീസ്, ഇമ്പോർട്ട് ഡ്യൂട്ടീസ്, അങ്ങനെ തുടങ്ങിയ മുതലായ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ് ടാക്സും പ്രൊഡക്ഷൻ ടാക്സ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് കൺഫ്യൂഷൻ വരാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് പ്രൊഡക്ഷൻ ടാക്സ്, ഏതൊക്കെയാണ് പ്രോഡക്റ്റ് ടാക്സ് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അടുത്തതാണ് NDP അല്ലെങ്കിൽ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, NDP എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്കറിയാം നമ്മളിപ്പം ഒരു ഫാക്ടറിയിൽ ഒരു വസ്തു ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ കുറേയധികം മെഷീൻസ് യൂസ് ചെയ്യും. അപ്പോൾ ഈ മെഷീൻസിന് പലതരത്തിലുള്ള തേയ്മാനങ്ങൾ വരാം, അതിൻ്റെ പാർട്സുകൾ കംപ്ലൈൻ്റ് ആകാം. അപ്പോൾ അങ്ങനെ വരുന്ന തേയ്മാനങ്ങൾ GDPയിൽ നിന്നും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കി ഇരിക്കുക. ഇപ്പോൾ ഒരാൾ ഒരു ടാക്സി ഉണ്ട്. ഓക്കെ, അയാൾ ഒരു 1000 രൂപയുടെ ഓട്ടോ ഓടി, അതിനിടയ്ക്ക് അയാളുടെ ടയർ പഞ്ചറായി 100 രൂപ അയാൾക്ക്
റിപ്പയർ കോസ്റ്റായിട്ട് വരേണ്ടി വന്നു എന്ന് വിചാരിക്കുക. ആ 100 രൂപ അയാൾക്ക് നഷ്ടമല്ലേ അവിടെ. അപ്പം അങ്ങനെ വരുന്ന തേയ്മാനം അതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന എത്രയാണ്? ഇൻഫാക്ട് 900 ആയിരിക്കും. അതിനെയാണ് നമ്മൾ NDP എന്ന് GDPയിൽ നിന്നും തേയ്മാനം, അതായത് ഫാക്ടറിയിൽ വരുന്ന മെഷീൻസിൻ്റെ വെയർ ആൻഡ് ടെയറും തേയ്മാനങ്ങളും കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് NDP എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അങ്ങനെ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നതാണ് GNP എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ GNP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ അത് ഇത്രയേ ഉള്ളൂ. നമ്മൾ GDP പറഞ്ഞ സമയത്ത് പറഞ്ഞു ഒരു അതിർത്തിക്കുള്ളിൽ. ഓക്കെ, ഇവിടെ വരുന്ന സമയത്ത് ഒരു രാജ്യത്തിലെ സിറ്റിസൺസിനെ ബേസ് ചെയ്തിട്ടാണ് GNP വരുന്നത്. ഓക്കെ, അതായത് ഒരു രാജ്യത്തിലെ ജനങ്ങൾ, ഓക്കെ, ആ രാജ്യത്തിനകത്ത് വർക്ക് ചെയ്യുന്നതായിക്കോട്ടെ, ആ രാജ്യത്തിന് പുറത്ത് വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, അപ്പോൾ അവരുടെ എല്ലാം മൊത്ത വരുമാനം കൂട്ടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് GNP എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു കാര്യം ഓർത്തിരിക്കണം, ഒരു വിദേശി നമ്മുടെ രാജ്യത്തിനകത്ത് വന്നിട്ട് ഏൺ ചെയ്യുന്ന കാശ് എന്തിൽ നിന്നും കുറയ്ക്കും? നമ്മുടെ GNPക്കകത്ത് കണക്കാക്കുകയില്ല. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതിൽ GNPക്കകത്ത് അതിൻ്റെ ഒരു നെറ്റാണ് എടുക്കുന്നത്. അതായത് നമുക്ക് പുറത്തു നിന്ന് വരുന്നതിൽ നിന്നും നമുക്കിവിടെ പോകുന്നതിന് കുറച്ചിട്ടാണ് എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അതായത് GNPക്കകത്ത് എബ്രോഡിൽ നിന്ന് വരുന്ന റെമിറ്റൻസ് കൂട്ടും. ഓക്കെ, അതേസമയം നമ്മുടെ നാട്ടിൽ നിന്നും പോകുന്ന കാശ് കുറയ്ക്കുകയും ചെയ്യും. അത് ഓർത്ത് വെക്കുക കേട്ടോ. ഒരു രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾ ഒരു വർഷം ഏൺ ചെയ്യുന്നതിനെയാണ്, ബൗണ്ടറീസുകളൊന്നും ഇതിനകത്ത് ബാധകമല്ല, ജനങ്ങൾ എന്നുള്ളതാണ്. ഓക്കെ, ഒരു രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾ ഒരു വർഷം ഏൺ ചെയ്യുന്ന ആകെത്തുകയാണ് നമ്മൾ GNP എന്ന് വിളിക്കുന്നത്. അവിടെ വിദേശത്ത് നിന്ന് വർക്ക് ചെയ്യുന്ന ജനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് അയക്കുന്നത് കൂട്ടും. അത് കൂടാതെ എന്ത് കുറയ്ക്കും? ഒരു വിദേശി നമ്മുടെ രാജ്യത്ത് ജോലി ചെയ്യുന്ന സമയത്ത് അയാൾ ഏൺ ചെയ്യുന്നത് ഇതിൽ നിന്നും കുറയ്ക്കുകയും ചെയ്യും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക കേട്ടോ. അതിനകത്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ എബ്രോഡിൽ നിന്നും വരുന്ന റെമിറ്റൻസ് എന്നുള്ളതിനകത്ത് നമ്മുടെ വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന ആൾക്കാരയക്കുന്ന കാശ് മാത്രമല്ല ഉള്ളത്. നമ്മൾ ഒരു വിദേശ രാജ്യത്തിന് കുറച്ച് കാശ് കടം കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുള്ള കടത്തിന് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ആ ലോണിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ ആ പലിശയും നമ്മുടെ എന്തിൻ്റെ കൂടെ കൂട്ടും? റെമിറ്റൻസിൻ്റെ കൂടെ കൂട്ടും. അതുകൂടാതെ ഇപ്പോൾ ഏതെങ്കിലും വിദേശ രാജ്യങ്ങൾ നമുക്ക് ഗ്രാൻറ്റുകൾ തരുമെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ തരുന്ന ഗ്രാൻറ്റുകളും എന്തിൻ്റെ കൂടെ നമ്മൾ കണക്കാക്കും? നമ്മൾ റെമിറ്റൻസിൻ്റെ കൂടെ കണക്കാക്കുമെന്നുള്ള ഓർത്താൽ. വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന ആൾക്കാരുടെ മാത്രമല്ല, കൂടാതെ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന പലിശ നമ്മൾ അതിൻ്റെ കൂടെ കൂട്ടും. അതുകൂടാതെ വിദേശ രാജ്യങ്ങൾ നമുക്ക് തരുന്ന ഗ്രാൻറ്റുകളും എന്തിൻ്റെ കൂടെ കൂട്ടും? റെമിറ്റൻസിൻ്റെ കൂടെ കൂട്ടും. അത് GNP കണക്കാക്കുന്ന സമയത്ത് ആഡ് ചെയ്യുന്ന കാര്യമാണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. ബിക്കോസ് ഇത് ഇച്ചിരി ബോറിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എങ്കിലും ഇത് നിങ്ങൾക്ക് ഓരോന്നും എടുത്ത് ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ, ഇതറിയത്തില്ല എങ്കിൽ അവിടെ നിങ്ങൾ പെട്ടിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് അപ്പോൾ GDPയിൽ നിന്നും GDP തന്നിട്ടുണ്ടെങ്കിൽ GNP നമുക്ക് എങ്ങനെ കണക്കാക്കാമെന്ന് പറയാം. GDPയിൽ നിന്നും നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കണ്ടയച്ചാൽ മതി. ഓക്കെ, അത് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എങ്ങനെയാണ് കാണുന്നത്? വിദേശത്ത് നിന്ന് നമുക്ക് ഇങ്ങോട്ട് എത്ര വന്നു, ഇവിടെ നിന്നും എത്ര വിദേശത്തേക്ക് പോയി എന്നുള്ളത് തമ്മിലുള്ള വ്യത്യാസം എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കിട്ടും. GDPയുടെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് GNP കിട്ടി. ഓക്കെ, ഇനി GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് പറയണ്ടല്ലോ. GDP അറ്റ് മാർക്കറ്റ് പ്രൈസിൻ്റെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടി? GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് കിട്ടി. ഓക്കെ, അടുത്തതാണ് GVA. ഓക്കെ, GVA എന്നാൽ ഫൈനൽ ഔട്ട്പുട്ട് വാല്യൂയിൽ നിന്നും ഇൻ്റർമീഡിയറ്റ് വാല്യൂസ് കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? GVA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ GVA എന്ന് പറഞ്ഞാൽ GDPയുടെ കൂടെ സബ്സിഡീസ് കൂട്ടിയിട്ട് ഓരോ പ്രോഡക്റ്റും ടാക്സസ് ഓൺ പ്രോഡക്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? GVA കിട്ടി. അത്രയും നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. GVA അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് GVA അറ്റ് മാർക്കറ്റ് പ്രൈസിൻ്റെ നിന്നും ടാക്സസ് കുറച്ചിട്ട് സബ്സിഡീസ് കൂട്ടിയാൽ എന്ത് കിട്ടി? GVA അറ്റ് ഫാക്ടർ കോസ്റ്റ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ GVA എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ ഔട്ട്പുട്ട് വാല്യൂസിൽ നിന്നും ഇൻ്റർമീഡിയറ്റ് വാല്യൂസ് കുറയ്ക്കുന്നതിനെയാണ് GVA എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ആ ഒരു കാര്യം ഓർത്തിരിക്കുക, ഗ്രോസ് വാല്യൂ ആഡഡ്. ഓക്കെ, അപ്പോൾ അത് കണക്കാക്കുന്നത് GDPയുടെ കൂടെ സബ്സിഡീസ് കൂട്ടിയിട്ട്
ഓരോ വസ്തുവിനും ഏർപ്പെടുത്തുന്ന ടാക്സസ് ഓൺ പ്രോഡക്ട്സ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് GVA കിട്ടി. ഓക്കെ, ഇനി ഇത് കൂടാതെ അവസാനമായിട്ട് ഓർത്തിരിക്കേണ്ടതാണ് GNP എന്ന് പറയുന്നത്. ഓക്കെ, NNP എന്ന് പറയുന്നത്. ഓക്കെ, GNPയിൽ നിന്നും തേയ്മാനച്ചെലവ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് NNP കിട്ടി. GDPയിൽ നിന്നും നമ്മൾ തേയ്മാനച്ചെലവ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? NDP കിട്ടി. അതുപോലെ GNPയിൽ നിന്നും തേയ്മാനച്ചെലവ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് NNP കിട്ടും. അത്രയേ ഉള്ളൂ കാര്യം. അത് വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിനകത്ത് പഠിക്കാൻ വേണ്ടിയുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഡെഫിനറ്റ്ലി പഠിച്ചു വെക്കുക. ഓക്കെ, ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഡീറ്റെയിൽസ് നിങ്ങളുടെ നോട്ട്സിനകത്ത് എക്സ്ട്രാ പോയിൻറ്റുകളായിട്ട് ആഡ് ചെയ്ത് വെക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.